മസ്കത്തിൽ നിന്ന് പറന്നെത്തിയ ഒരു വിജയ വോട്ടിന്റെ കഥയാണ് ഇനി. കട്ട വിജയ് ഫാൻ ആയ മണികണ്ഠൻ ശിവാനന്ദൻ തിരുപ്പത്തൂർ ടി.വി.കെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാനായി നാട്ടിലെത്തി. ഫലം വന്നപ്പോൾ ടി.വി.കെ സ്ഥാനാർത്ഥി ജയിച്ചത് ഒറ്റ വോട്ടിന്, തോൽപ്പിച്ചത് ഡി.എം.കെ മന്ത്രിയെയും. ഇതോടെ മണികണ്ഠന്റെ വോട്ടും യാത്രയും ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയാണ്. വിജയ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ മണികണ്ഠൻ ശിവാനന്ദൻ മനസ്സിൽ അത് ഉറപ്പിച്ചിരുന്നു. തൻ്റെ നായകൻ്റെ വിജയത്തിനായി നാട്ടിലെത്തി വോട്ട് ചെയ്യുമെന്ന്. മേഖലയിലെ സാഹചര്യങ്ങൾ കാരണം ഫ്ലൈറ്റുകൾ പലതും നിർത്തിയപ്പോഴും ടിക്കറ്റ് ഉറപ്പിച്ച് കാത്തിരുന്നു. വെറും വോട്ടറായല്ല, കടുത്ത വിജയ് ഫാനായ മണികണ്ഠൻ ടി.വി.കെയുടെ ബൂത്ത് ഏജന്റ് ആവാൻ കൂടിയാണ് വിമാനം കയറിയത്. റിസൾട്ട് വന്നപ്പോഴാണ് ശരിക്കും ഞെട്ടിയത്. തിരുപ്പത്തൂർ മണ്ഡലത്തിൽ ടി.വി.കെ സ്ഥാനാർത്ഥി ജയിച്ചു കയറിയത് ഒരു വോട്ടിനായിരുന്നു. നേരത്തെ നാട്ടിലേക്കുള്ള യാത്രയെക്കുറിച്ച് മണികണ്ഠൻ ട്വീറ്റ് ചെയ്തിരുന്നു. റിസൾട്ടിന് ശേഷം മണികണ്ഠൻ്റെ വോട്ടും യാത്രയും ദേശീയ മാധ്യമങ്ങളിലടക്കം ചർച്ചയായി. ഫസ്റ്റ് ടിക്കറ്റ് ബുക്ക്ഡ് ഓൺ 19th April എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ ടു ட்ராவல் டு ட்ரிச்சி. அது கேன்சல் ஆயிடுச்சு டியூ டு த ஆப்ரேஷன் ரீசன்ஸ். அதுக்கப்புறம் ஒமான் ஏரில் டிக்கெட் புக் பண்ணி ஆன் 22nd ஐ அரைவ்ட் அட் சென்னை ஏர்போர்ட். அதுக்கப்புறம் ஒரு ஆல்மோஸ்ட் இட்ஸ் 400 km ஃபார் ஃப்ரம் சென்னை. 8 hours காரில் ட்ராவல் பண்ணி ஐ ரீச் மை ஹோம் அட் midnight. Then next day morning I went a booth at 5 AM to reach the booth because I am the booth agent. അവിടെ റീച്ച് ആയിട്ട് നാനും സോ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇലക്ഷൻ. വാശിയേറിയ പോരാട്ടത്തിനൊടുവിൽ ടി.വി.കെ സ്ഥാനാർത്ഥി ശ്രീനിവാസ സേതുപതിയാണ് ഡി.എം.കെ നേതാവും മന്ത്രിയുമായ കെ.ആർ. പെരിയ കറുപ്പനെ വെറും ഒരു വോട്ടിന് തോൽപ്പിച്ചത്. 30 റൗണ്ട് വോട്ടെണ്ണലിൻ്റെ 29 റൗണ്ട് അവസാനിക്കുമ്പോൾ 30 വോട്ടിന് മുന്നിലായിരുന്നു പെരിയ കറുപ്പൻ. അവസാന റൗണ്ടിൽ ഒരു വോട്ടിന് പിന്നിലായി. സേതുപതിക്ക് 83,365 വോട്ട് ലഭിച്ചപ്പോൾ പെരിയ കറുപ്പിന് കിട്ടിയത് 83,364 വോട്ട്. തർക്കമുണ്ടായതോടെ ഫലം വൈകിയെങ്കിലും ടി.വി.കെയുടെ വിജയം തടയാനായില്ല. മീഡിയ 1 മസ്കത്ത്.